എൻ്റെ മൊബൈലിലെ വാൾപേപ്പറാണ് കേട്ടോ കണി കണ്ടത്. കാരണം രാത്രിയിൽ ചാടിപ്പടച്ച് എഴുന്നേറ്റ് വല്ലതും തട്ടി വീഴണ്ട എന്ന് കരുതി. കാരണം ലൈറ്റ് ഇട്ടാൽ മക്കളും ഉണരും, ആകെപ്പാടെ കുളമാകും. എന്നാൽ പിന്നെ അത് വേണ്ട, എൻ്റെ വാൾപേപ്പർ തന്നെ ഞാനും കൃഷ്ണനും കൂടി ഇരിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് വാൾപേപ്പറാണത്. അതാണ് ഞാൻ കണി കണ്ടത്. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് എല്ലാം വൃത്തിയായിട്ട് വന്നിട്ടാണ് വിളക്ക് കത്തിച്ചതും പിന്നെ മക്കളെ കൊണ്ടുവന്ന് കണി കാണിച്ചതും കേട്ടോ. ലക്ഷ്മിക്ക് എഴുന്നേറ്റ് വരാൻ ഭയങ്കര പാടാണ്. അവളെ പിന്നെ ഞാൻ നിർബന്ധിച്ച് കുത്തിപ്പൊക്കി കൊണ്ടുവന്നാണ് കേട്ടോ കണി കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി കിടന്ന് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. നേരം വെളുക്കട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് രണ്ടുപേരും പറഞ്ഞവരാണ്. എന്നിട്ട് 7:30 അവർ എഴുന്നേറ്റ് വന്നില്ല. അതുവരെ ഞാൻ കാത്തിരുന്നു. പിന്നെ ഞാൻ നേരെ ഒറ്റയ്ക്ക് പോയി. ഞാൻ മതുക്കൽ കൃഷ്ണന്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് കൈനീട്ടവും പ്രസാദവും ഒക്കെ കിട്ടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് സുന്ദരികളായിട്ട് പട്ടുപാവാടയൊക്കെ എടുത്ത് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം വന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഉടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്, സാധാരണ ഞാൻ ഇതൊക്കെ ഉടുക്കുന്നതാണ്, എനിക്കിന്ന് എന്തോ അതിന് താല്പര്യം തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ എല്ലാവരും ഉടുത്ത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നെ അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് ശ്രുതിയും സുമിയും എല്ലാം കണ്ട്. ശ്രുതി എൻ്റെ അനിയത്തിക്കുട്ടിയായിട്ടാണ്, സുമി എൻ്റെ കൂട്ടുകാരിയാണ്, പിന്നെ സായിച്ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവള് സെറ്റ് സാരി ഉടുത്ത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നു, ഞാനും ഉടുക്കണ്ടായിരുന്നു എന്ന്. അവൾക്കും അത് കണ്ടപ്പോഴത്തേക്കും സങ്കടം തോന്നി. എന്താ ഉടുക്കാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഞാൻ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പച്ചക്കറി കടയിൽ ചെന്ന് അവിടുന്ന് അതിന് സദ്യ ഒരുക്കണമല്ലോ, അതെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ലക്ഷ്മിയും ചുച്ചും കുളിച്ച് റെഡിയായി നിൽക്കുന്നു. പിന്നെ രണ്ടുപേർക്കും ഞാൻ കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് ആമിയക്കുട്ടി വന്നു കേട്ടോ, ലക്ഷ്മിക്കും ചുച്ചുവിനും ഒക്കെ കൈനീട്ടം കൊടുക്കാനായിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സദ്യ ഒരുക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. സദ്യ ഒരുക്കുക എന്ന് പറയുന്നത് വലിയ സദ്യ ഒന്നുമില്ല കേട്ടോ, ചെറിയ സദ്യ. കാരണം ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ. കുറേശ്ശെ സാധനങ്ങൾ, പച്ചടി, കിച്ചടി, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി, അതുപോലെ തന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി, അവിയൽ, മോര്, പരിപ്പ്, പപ്പടം, അങ്ങനെ കുറച്ചുള്ള സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പായസം വെച്ച്, പായസം ഇല്ലാതെ എന്ത് സദ്യ. അങ്ങനെ പിന്നെ കുറച്ച് വെച്ചു. അപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്, അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ലക്ഷ്മി അപ്പോഴത്തേക്ക് ഓടിപ്പോയി കൊണ്ടുവന്ന് അവളുടെ കുഞ്ഞു ഫാൻ എടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് വെച്ച് കേട്ടോ. പക്ഷെ അത് നല്ല ആശ്വാസം തോന്നി. പിന്നെ ബാക്കി ഇരുന്ന തേങ്ങയും ഞാൻ എടുത്ത് തിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ തിന്നുന്നത്. അത് കഴിഞ്ഞ് പായസം വെച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സദ്യ ഉണ്ണുന്ന പരിപാടിയായി. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ സദ്യ കഴിച്ചു കേട്ടോ. നല്ലതായിരുന്നു. ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കറികളാണ്, തിരിച്ചുള്ള കറികളാണ് ഞങ്ങൾ നല്ല രീതിയിൽ സദ്യ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പറിനുള്ള പർച്ചേസിങ് ഉണ്ടായിരുന്നു. ഞാൻ നേരെ സുമീസിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ഡ്രസ്സ് എടുക്കാനാണ് ഇതിനകത്ത് വെക്കേണ്ടത്. അപ്പോൾ അത് കാരണം ഞാൻ നേരെ അങ്ങോട്ട് പോയി ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് അവിടെ അവരുടെ വിഷുവിൻ്റെ പ്രാധാന്യത്തിൽ അവർ അവിടെ ഒരു പ്രസാദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ടുള്ളത്. ഞാൻ ചെന്ന ഉടനെ അവർ തന്നു. ഞാൻ ഈ സുമീസുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട്. ഇവിടുത്തെ എല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള ആത്മബന്ധമുണ്ട്. ഒരു കുടുംബത്തിൽ നമ്മൾ കയറി ചെല്ലുമ്പം എങ്ങനെയാണോ അതുപോലെയാണ് അവരെന്നെ സ്വീകരിക്കുന്നതും. എനിക്കും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് അവിടെ ചെല്ലുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പൊ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി ഞാനും കൂടെ നേരെ അച്ഛനും അമ്മച്ചിക്കൊക്കെ കൈനീട്ടം കൊടുക്കാനായിട്ട് പോയി. പിന്നെ ലക്ഷ്മി കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്കാനുമുള്ള പുറപ്പാടാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ആകെപ്പാടെ ആളും ബഹളവും. അവിടെ അങ്ങനെയാണ് കേട്ടോ, എല്ലാവരും ഭയങ്കര സഹകരണമാണ്. പിന്നെ അച്ചു നീലു ബേബിയും വന്ന് കൈനീട്ടം തരാനായിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൈനീട്ടം. പിന്നെ നേരെ സന്ധ്യയായി തുടങ്ങിയിരുന്നു. പിന്നെ ഞാനിങ്ങനെ തിരിച്ചു പോന്നു. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.